ട്യൂബർകുലോസിസ് എന്ന ക്ഷയരോഗം ആഗോള ആരോഗ്യ പ്രശ്നമായി ഇപ്പോഴും തുടരുകയാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഈ രോഗം പ്രാഥമികമായി ശ്വാസകോശത്തെ ബാധിക്കുന്നു. പക്ഷേ ഇത് മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ട്. ക്ഷയരോഗമുള്ള രോഗി സംസാരിക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഉമിനീരിലൂടെ TB പടരുന്നു. ഗാർഹിക കാര്യങ്ങളിൽ രോഗബാധിതരായ വ്യക്തിയുമായി ദീർഘനേരം സമ്പർക്കം പുലർത്തുന്നത് അണുബാധയുണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നു. TB തടയാവുന്നതും ഭേദമാക്കാവുന്നതുമായ ഒരു രോഗമാണ്. 6 മാസത്തേക്ക് എടുക്കുന്ന ആന്റിബയോട്ടിക്കുകളുടെ കൂട്ടാണ് ക്ഷയരോഗത്തിനുള്ള സ്റ്റാൻഡേർഡ് ഡോസ്. മുൻകൂട്ടിയുള്ള രോഗനിർണയവും ചികിത്സയും TBയുടെ വ്യാപനം തടയുന്നതിനും രോഗശമനത്തിനും നിർണായകമാണ്. തുടർച്ചയായി 2 ആഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുന്ന ചുമ, ചുമയ്ക്കുമ്പോൾ രക്തം വരിക, കുളിര്, പനി, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു പൾമനോളജിസ്റ്റിനെ സമീപിക്കുക.